അപ്പോൾ ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനാട്ടോ വന്നത്. എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ചേച്ചിയുടെ നാട്ടിലെവിടെയും ഈ അബോർഷൻ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ വന്നത്. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബിലെ ജസ്ന സലീമിനെ കുറിച്ചിട്ടാണ്. അത് യൂട്യൂബിൽ വീഡിയോസ് ഇടുക മാത്രമല്ല, ജസ്ന സലീമിനെ ഈ കൃഷ്ണൻ്റെ പടമൊക്കെ വരച്ചിട്ട് അത് വിൽക്കുന്നതും, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫേമസ് ആണ് ആൾ. കാരണം കുറേ പോലീസ് കേസുണ്ട്, അതേപോലെ കുറേ നാൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരാളും കൂടെ ആയിരുന്നു. ഹണി ട്രാപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം കൂടെ തന്നെ ഗുരുവായൂരിൽ പോയി റീൽസ് ചിത്രീകരിച്ചു എന്നും പറഞ്ഞ് അമ്പല കമ്മിറ്റിക്കാർ പരാതി കൊടുത്ത് അതും ഒരു വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും എന്തെങ്കിലും ഒരു വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കി അതിൽ നിന്ന് ഫേമസ് ആകുക എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഈ ജസ്ന സലീം. ഇപ്പോൾ കുറച്ച് പേരുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ ബാഡ് ഇമേജ് എങ്ങനെയെങ്കിലും ഉണ്ടായിട്ടാണെങ്കിലും ബിഗ് ബോസിലൊക്കെ കയറുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ബാഡ് ഇമേജ് വരുത്തി റീച്ച് ആകുക എന്നുള്ള കുറച്ച് ചിന്താഗതിക്കാർ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെ ജസ്ന സലീമിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ വേറെയും കുറേ ആൾക്കാരുണ്ട്, ഷാജി ആണെങ്കിലും രേണു സുധി ആണെങ്കിലും ഈ ജസ്ന സലീം, അങ്ങനെ വല്ലാതെ തന്നെ യൂട്യൂബിൽ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് ഇട്ട് തെറി വിളിക്കുന്ന കുറേ പേരുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകളെ പറ്റി സംസാരിക്കാൻ പോലും നമുക്കൊന്നും താല്പര്യമില്ല. എന്നാൽ പോലും ഇന്നിപ്പം അവരെ കുറിച്ചിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതം വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നല്ല. നമ്മൾ യൂട്യൂബിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം പറയാനായിട്ട് കാണും. അത് നമ്മൾ നമ്മുടേതായ സ്വന്തം ചാനലിൽ അത് പറയുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ മറ്റുള്ളവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അവരെ തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ അവരെ മോശം പറയുമോ അവരുടെ കുടുംബത്തെ പറയുമോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇത് ജസ്ന സലീമിനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടു എന്നൊരു പേരിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന, റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇടുന്ന സ്മൃതിയെ പറ്റി ഒരു സ്ത്രീയും പറയാൻ പാടില്ലാത്ത തരത്തിൽ വളരെ മോശമായ കാര്യമാണ് ഇപ്പോൾ ജസ്ന സലീം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വീഡിയോയുടെ ആദ്യം തന്നെ കണ്ടു കാണും എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അതായത് കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഹോസ്പിറ്റലിൽ സ്മൃതി ചെല്ലുകയും ആ ഒരു സമയത്ത് തന്നെ ഇവർ മൈഗ്രെയിനായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ജസ്ന സലീമും ആ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് കാണുന്നത് ജസ്ന സലീമിൻ്റെ കുറേ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കി വീഡിയോ ചെയ്തിട്ടുള്ള, ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള സ്മൃതി അവിടെ ചെന്ന് ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട്, അതായത് പ്രഗ്നൻ്റ് ആയിരുന്നു, അത് അലസിപ്പിക്കാനായിട്ട് ചെന്നു, അതിവരെ നേരിട്ട് കണ്ടു എന്നുള്ള രീതിയിലൊരു വ്യാജ പ്രചരണം ഇപ്പോൾ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ അവർ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ എല്ലാ ആൾക്കാർക്കും സ്മൃതിയെ അറിയണം എന്നില്ല. അപ്പം ഒരു അറിയാവുന്ന എല്ലാ ആൾക്കാരും ഒരിക്കലും വിശ്വസിക്കത്തില്ല ഇത് സ്മൃതി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന്, ഒരിക്കലും വിശ്വസിക്കത്തില്ല. അതേപോലെ തന്നെ സ്മൃതിയെ അറിയാത്ത ആൾക്കാർ കുറച്ച് പേര് കാണും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് സത്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തോന്നും. അതുമാത്രമല്ല, സ്മൃതിയുടെ പേര് ഈ ജസ്ന സലീം പറയുന്നില്ലെങ്കിൽ സ്മൃതിയുടെ ഫോട്ടോ സഹിതം വെച്ചിട്ടാണ് ഈ ഒരു വൃത്തികേട് ഇവർ പറഞ്ഞിട്ടുള്ളത്. യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, അത് നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട്. സ്മൃതിയുടെ വീഡിയോ കാണാൻ 10 ആൾക്കാരുണ്ട്. അതുമാത്രമല്ല, ജസ്ന സലീമിനെ കുറിച്ച് സ്മൃതി ഇടുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല വ്യൂസും ഉണ്ട്. ഇതൊക്കെ ഈ ജസ്ന സലീമിനെ ഒരുപാട് പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. അതുമാത്രമല്ല, ജസ്ന സലീമിനെ കുറിച്ച് സ്മൃതി പറയുന്നതിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ജസ്ന സലീമിനെ കുറിച്ചിട്ട് ഈ സ്മൃതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായത്തോട് വിയോജിക്കുന്ന രീതിയിൽ ഒരാൾ കമൻറ്റ് പോലും ഇടാനില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്മൃതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്മൃതിയെക്കുറിച്ചിട്ട് ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ച് ഈ ജസ്ന സലീം പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ സ്മൃതിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയായതുകൊണ്ടും, അതുമല്ല വളരെ മോശം, ഒരു സ്ത്രീ പറയാൻ പാടില്ലാത്ത വളരെ മോശം പിടിച്ച ഒരു കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് കൊണ്ടുമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എടുക്കാനായിട്ട് കാരണം. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സ്ത്രീകളുടെ വീഡിയോസ് ചെയ്യാൻ ഒരു തുള്ളി പോലും താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. അപ്പം ഇങ്ങനത്തെ ഒരു മോശം, ഒരു കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയെ കുറിച്ചിട്ട് ഇങ്ങനത്തെ മോശം സംസാരം പറയുകയും അത് അവരുടെ കുടുംബത്തെയും ആ കുട്ടിയെ വേദനിപ്പിക്കാനാണെങ്കിൽ പോലും ഇവർക്ക് ചിന്തിക്കാമായിരുന്നു. ഇവൾ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കത്തില്ല. എന്നിരുന്നാൽ പോലും കല്യാണം കഴിക്കാത്തൊരു കുട്ടിയല്ലേ, അവളുടെ ഭാവി, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അതൊക്കെ വിശ്വസിക്കത്തില്ലേ എന്നൊക്കെ വിചാരിക്കാമായിരുന്നു. പക്ഷേ തന്നെ സ്മൃതി ഇവരെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് സ്മൃതിയുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വീഡിയോയിലും ഇവരെ കുറിച്ചിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു
മോശമായിട്ട് ഒരു മോശം സ്ത്രീയായിട്ട് പറയുകയോ അല്ലെങ്കിൽ ഇവരുടെ ഹസ്ബൻഡിനെയോ കുടുംബാംഗങ്ങളെയോ മക്കളെയോ ഒന്നും ചേർത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്മൃതിയുടെ അഭിപ്രായങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അത് ഇവരുടേതെന്നല്ല, എല്ലാ വീഡിയോസിലും അങ്ങനെ തന്നെയാണ്. ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവര് മോശം രീതിയിൽ സംസാരിച്ച് റീച്ച് നേടുന്ന ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഇവർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വ്യാജമാണ് എന്ന് സ്മൃതിക്ക് തെളിയിക്കാനായിട്ട് ഇവരുടെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ സ്മൃതിയുടെ കയ്യിലുണ്ട്. ഇവർ ഇങ്ങനെ ഒരു പ്രചരണം നടത്താനായിട്ട് വേറൊരു കാരണം കൂടെ ഉണ്ട്. സ്മൃതി ഇവരെക്കുറിച്ച് ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം ഇപ്പം പ്രൈവറ്റ് ആക്കി വെക്കുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കുകയോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്മൃതിയെ പറ്റി ഇവർ പറഞ്ഞിട്ടുള്ള ഈ വൃത്തികേടും കൂടെ ഇവർ ഡിലീറ്റ് ആക്കുകയോ പ്രൈവറ്റ് ആയിട്ട് വെക്കുകയോ ചെയ്യാം എന്ന് പറയുന്നത് പോലും സ്മൃതിയുടെ കയ്യിൽ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇത് പറഞ്ഞ് അവർ ഈ വീഡിയോ ഡിലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് പുറമെ സ്മൃതി ഒരു പണിയും കൂടെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിലും മറ്റും പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടും സ്മൃതി ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. സ്മൃതി ചോദിച്ചില്ലായിരുന്നെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്തേനെ. കാരണം ഞാനും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ്. ഞാനും ഒരു ഫാമിലി ആയിട്ട് കുട്ടികളെയും കൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരാളാണ്. നാളെ ഒരിക്കലും എന്തെങ്കിലും ഒരു വീഡിയോക്കെതിരെ റിയാക്ഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം എനിക്കെതിരെയും വന്നേക്കാം. ഇതിപ്പോൾ തന്നെ ജസ്ന സലീമിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞ് നാളെ അവൾ എന്നെക്കുറിച്ച് സംസാരിച്ചേക്കാം. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ സത്യസന്ധത പറയുമ്പം എനിക്കൊപ്പം നിൽക്കാൻ ആരെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് സ്മൃതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം ഇവർ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ട സമയത്ത് സ്മൃതി അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവരുടെ കുറച്ച് വോയിസ് റെക്കോർഡുകളും അതുപോലെ തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്മൃതി റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമല്ല, കിട്ടൂല. അപ്പം കുട്ടിയും ആ വീഡിയോ ഞാൻ ഇങ്ങനെ തെറ്റിദ്ധാരണന്റെ പുറത്താണ് ഇട്ടത് എന്ന് പറഞ്ഞ് നീ മാറ്റിയിട്ടോ, ഞാൻ ചെയ്യാൻ തയ്യാറാ, നോ പ്രോബ്ലം. നീ FM തുറന്നതിന്റെ മാതിരി നിന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടി നീ എന്നെ വിളിക്കണ്ട. ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ ഇത് മാത്രമല്ല വേറെയും വരയ്ക്കാറുണ്ട്, വേറെയും വരച്ചതിന്റെ ഫോട്ടോയും വീഡിയോ സഹിതം ലൈവായിട്ട് ഞാൻ എന്റെ യൂട്യൂബിന്റെ അകത്ത് പോസ്റ്റ് ചെയ്തേക്കുക. അതൊന്നും നിനക്കൊന്നും കാണാൻ നിന്റെ ഒന്നും എടുത്ത് കണ്ണില്ല. പിന്നെ ഞാൻ ഇവിടെ വരച്ചതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിലോട് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് നിന്നെ ഒന്നും ബോധിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പം കുട്ടിക്ക് ഇത് പറ്റുമെങ്കിൽ ഈ ഭാഗം പറഞ്ഞത് കട്ട് ചെയ്യാതല്ല വീഡിയോ പ്രൈവറ്റ് ആക്കി വെക്കാം നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. ഞാനും പ്രൈവറ്റ് ആക്കി വെക്കുകയുള്ളൂ. എന്ന് നീ അത് പബ്ലിക് ആക്കുന്നോ അന്ന് ഞാനും അത് പബ്ലിക് ആക്കും. പിന്നെ നിന്നെ കുറിച്ച് പറഞ്ഞ് മാപ്പ് പറയാനൊന്നും എന്നിട്ട് കിട്ടിയില്ല. അപ്പൊ ഈ ജസ്ന സലീമിന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വോയിസിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനും പറ്റും. ഇവരെ കുറിച്ച് സ്മൃതി ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കുക. അങ്ങനെയാണെങ്കിൽ സ്മൃതിയെ പറ്റി വ്യാജ പ്രചരണമാണ് പറഞ്ഞതെന്ന് പോലും ഈ ഒരു വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം സ്മൃതിയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവരും ഡിലീറ്റ് ആക്കാം എന്നുള്ള ഒരു ഭീഷണി സ്വരത്തിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു വോയിസ് മെസ്സേജ് മാത്രം മതി സ്മൃതിയുടെ സൈഡിൽ നിന്ന് അവർ സത്യസന്ധത തെളിയിക്കാനായിട്ട്. അതുപോലെ തന്നെ അവർ ലീഗലായിട്ട് മുന്നോട്ടും പോകുന്നുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്ത് വൈരാഗ്യം ആയിക്കോട്ടെ, ഇവരെന്ത് പറഞ്ഞായിക്കോട്ടെ, ഇവർക്ക് തന്നെ ഇപ്പം എന്നെപ്പറ്റി ഒരാളൊരു മോശം പറഞ്ഞെങ്കിൽ എനിക്ക് തിരിച്ച് അവരെ പറ്റി മോശം പറയാനാണെങ്കിൽ അവർ ഞാനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം എന്താണ്? അപ്പം ഞാൻ ലീഗലായിട്ട് മുന്നോട്ട് പോവാണ് വേണ്ടത്. അല്ലാതെ ഇവരെ ഒരിക്കലും അവർ ചെയ്തിട്ടില്ലാത്ത, അതും കല്യാണം പോലും കഴിക്കാത്ത ഒരു കുട്ടിയെ പറ്റി ഇത്രയും മോശമായിട്ട് ഒരിക്കലും ജസ്ന സലീം സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അതുപോലെ തന്നെ ജസ്ന സലീമിനാണെങ്കിൽ കേസും അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കിത്ര കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അവർക്ക് അത്രയും പിടിപാടുകളുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം പോലും. അപ്പം നിയമത്തിനോടോ അല്ലെങ്കിൽ പോലീസുകാരോടോ നിയമത്തോടോ ഒന്നും ഒരു വിലയും ഇവർ കൊടുക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അഹങ്കാരം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവർക്കെതിരെ ഇവരെന്തെങ്കിലും ഇവരുടെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടട്ടെ, 10 പേര്, കുറച്ച് പേരാണ് ഇവരുടെ ആകെ ഉള്ള വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ, അതിൽ നമ്മൾ അതെടുത്ത് വെച്ച് റിയാക്ഷൻ ചെയ്യുമ്പോഴാണ് ഇവരെ 10 പേര് അറിയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം ഇവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഇവരെ നമ്മളായിട്ടൊരു പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം ഇന്നതാണ് ലോകം മൊത്തമുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. അതിൻ്റെ കൂടെ നമ്മളും അവരെ എടുത്ത് വെച്ചിട്ട് റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേനും അത് അവർക്കൊരു പബ്ലിസിറ്റി ആകുകയാണ്. ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് പോലും. മറ്റുള്ളവർ എന്നെ എടുത്ത് റിയാക്ഷൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ 10 പേര് കൂടുതൽ റീച്ച് കിട്ടട്ടെ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്.
സ്മൃതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ച് ഇട്ടിട്ടുള്ള വീഡിയോ ഡിലീറ്റ് ആക്കണം, അതേപോലെ എന്നോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഒരിക്കലും മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇവർ തയ്യാറല്ല എന്നിവർ പറയുന്നുണ്ട്. ഇപ്പം മാപ്പ് പറയേണ്ട ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ആ വോയിസ് റെക്കോർഡുകൾ എല്ലാം കേൾക്കുന്ന എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകും ഇതിൽ സ്മൃതിയുടെ ഭാഗത്ത് എന്തോരം ശരിയുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് എന്തോരം തെറ്റുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് സ്മൃതി അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. പത്തനംതിട്ടക്കാരിയായ സ്മൃതിക്ക് ഇവിടെ അടുത്തൊന്നും ഹോസ്പിറ്റൽ ഇല്ലാഞ്ഞിട്ടാണോ കോഴിക്കോട് കൊയിലാണ്ടിയിലോട്ട് അങ്ങോട്ട് വന്നത്? നിങ്ങൾ ഇച്ചിരി ലോജിക്കായിട്ട് കൂടെ സംസാരിക്കാണ്ട് ശ്രമിക്കുക ജസ്ന സലീം. അപ്പം ഈ ഒരു വാർത്ത കേട്ടപ്പം നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയ്ക്ക് ചെയ്യുന്ന ലൈക്കുകൾ നിങ്ങൾ സ്മൃതിയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.